നമസ്കാരം. ദൈവികമായ ഒരു സസ്യമായി തന്നെ കറ്റാർ വാഴയെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. കറ്റാർ വാഴയ്ക്ക് നിരവധിയാർന്ന ഗുണകരമായ കാര്യങ്ങൾ പ്രദാനം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം കറ്റാർ വാഴ വീടുകളിലുണ്ട് എങ്കിൽ ആ വീടുകളിൽ നിന്നും ഈ കാര്യങ്ങൾ ഒഴിവായി പോകും എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. നിങ്ങളുടെ വീടുകളിൽ കറ്റാർ വാഴയുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വളർത്താൻ ഉദ്ദേശിക്കുന്നവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം വീടുകളിൽ വളർത്തുവാൻ. ഒരു വീട്ടിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് പോസിറ്റീവായ ഊർജം. പോസിറ്റീവായ ഊർജത്തെ ഒരു വീട്ടിലേക്ക് ആകർഷിക്കുവാൻ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സസ്യങ്ങളിൽ ഒന്നാണ് കറ്റാർ വാഴ. കാരണം വീടുകളിലെ നെഗറ്റീവായ ഊർജത്തിന്റെ ആ പ്രഭാവത്തെ കുറയ്ക്കുവാൻ സഹായകരമായ ഒരു സസ്യമായി തന്നെ കറ്റാർ വാഴയെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ കറ്റാർ വാഴയുള്ള വീടുകളിൽ എപ്പോഴും പോസിറ്റീവായ ഊർജം വർദ്ധിച്ചിരിക്കും എന്നുള്ളതാണ്. ഒരു വീട്ടിലെ വാസ്തുദോഷങ്ങളുടെ കാഠിന്യം, ദോഷകരമായ ആ ഫലങ്ങളെ കുറയ്ക്കുവാൻ കറ്റാർ വാഴയ്ക്ക് പ്രത്യേകമായ കഴിവുണ്ട് എന്നുള്ളതാണ്. അതിനാൽ കറ്റാർ വാഴ വീടുകളിൽ വളർത്തുന്നതിലൂടെ വാസ്തുസംബന്ധമായ ദോഷങ്ങളുടെ കാഠിന്യം ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ ഒരു വ്യക്തിക്ക് അനിവാര്യമായ ഭാഗ്യം വർദ്ധിപ്പിക്കാനും നിർഭാഗ്യം ഒരല്പമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ക്രമേണ കുറച്ചു കൊണ്ടുവരുവാൻ സഹായകരമായ ഒരു സസ്യമായി തന്നെ കറ്റാർ വാഴയെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ നിർഭാഗ്യം അകലുവാനും ഭാഗ്യം വർദ്ധിപ്പിക്കുവാനും കറ്റാർ വാഴ വീടുകളിൽ നിങ്ങൾക്ക് വളർത്താവുന്നതാണ്. അതിനാൽ തീർച്ചയായും കറ്റാർ വാഴ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ വളർത്തണം. മറ്റൊരു കാര്യം കൂടി ഓർക്കുക. ചില തെറ്റുകൾ നിങ്ങൾ വീടുകളിൽ ചെയ്യുന്നതിലൂടെ കറ്റാർ വാഴയുമായി ബന്ധപ്പെട്ട ഭാഗ്യം അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ, കറ്റാർ വാഴ നൽകുന്ന പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ഇപ്രകാരമാണ്. കറ്റാർ വാഴ അഴുക്ക് ജലം കെട്ടി നിൽക്കുന്ന ഇടത്ത് നിങ്ങൾ വളർത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം അല്ലെങ്കിൽ പോസിറ്റീവ് ഊർജം വന്ന് ചേരില്ല എന്ന് മാത്രമല്ല, നെഗറ്റീവായ ഊർജം വർദ്ധിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ജീവിതത്തിൽ അധിക ചെലവ്, പണം എത്ര കിട്ടിയാലും തികയാത്തതായ ഒരു സാഹചര്യം രൂപം കൊള്ളുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ്. പല വിധത്തിലും പണം ചെലവായി പോകുന്നതിന് കാരണമായി തീരും. ചെലവ് നാൾക്ക് നാൾ വർദ്ധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ തന്നെ ജീവിതത്തിൽ പല വിധത്തിലും വിഷമകരമായ സാഹചര്യങ്ങൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിനാൽ ധനപരമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ധനപരമായ ചെലവ് വർദ്ധിക്കുന്നതിലൂടെ പണം കയ്യിൽ നിൽക്കാത്തതായ അവസ്ഥ. തീ അടുത്തായി ഇടുന്നത്, അതായത് കറ്റാർ വാഴയുടെ തൊട്ടടുത്തായി തീ കത്തിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമായി ഭവിക്കും എന്നുള്ളതാണ്. പ്രധാനമായും ആരോഗ്യപരമായ കാര്യങ്ങളെയാണ് ദോഷകരമായി ബാധിക്കുന്നത്. ആരോഗ്യപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരണം എന്നില്ല. പ്രധാനമായും ആ വീടുകളിൽ നാൾക്ക് നാൾ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ധനം ചെലവഴിക്കുക, കർമ്മത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കാതെ വരിക, തന്മൂലം നഷ്ടങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. അതിനാൽ കറ്റാർ വാഴയുമായി ബന്ധപ്പെട്ട് ഈ ദോഷകരമായ കാര്യങ്ങൾ നിങ്ങളെ ബാധിച്ചു എന്ന് വരാം. കറ്റാർ വാഴയുടെ അടുത്തായി വേസ്റ്റ് ഇടുകയാണ് എങ്കിൽ അത് ദാരിദ്ര്യം വിളിച്ചു വരുത്തും എന്നാണ് പറയുക. ദാരിദ്ര്യം വർദ്ധിക്കുന്നതിനോ അല്ലെങ്കിൽ പണം കൈകളിലേക്ക് വന്ന് ചേരാതെ ആവശ്യങ്ങൾക്ക് പണം ലഭിക്കാത്തതായ അവസ്ഥ, അതുമൂലം നിങ്ങൾ പണം അന്വേഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതുമൂലം വിഷമങ്ങൾ വന്ന് ചേരുന്നതായ സാഹചര്യങ്ങൾ വന്ന് ചേർന്നു എന്ന് വരാം. എത്ര തന്നെ പണം ലഭിച്ചാലും ഒന്നിനും തികയാത്തതായ അവസ്ഥയാണ് ഉണ്ടാവുക. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം.
മുള്ളുള്ള ചെടികൾ, മുരടിച്ചതായ ചെടികൾ എന്നിവ കറ്റാർ വാഴയുടെ അടുത്ത് വരികയാണ് എങ്കിൽ ആ വീടുകളിൽ കടബാധ്യതകൾ വർദ്ധിക്കും എന്നാണ് പറയുക. അതായത് കടബാധ്യതകൾ വർദ്ധിക്കുന്നതിന് പലവിധ കാരണങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക പ്രയാസങ്ങൾ വന്നു ചേരാം. പെട്ടെന്ന് ധനത്തിന് ആവശ്യം വരികയും അതുമൂലം കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ, ഇത്തരത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും കടം വർദ്ധിക്കുന്നതായ സാഹചര്യം ആ വീടുകളിൽ വന്നു ചേരും എന്നുള്ളതാണ്. അനാവശ്യമായ ചെലവുകൾ ആ വീടുകളിൽ നാൾക്ക് നാൾ വർദ്ധിക്കുന്നതായ സാഹചര്യം. എത്ര തന്നെ ഒഴിവാക്കുവാൻ ശ്രമിച്ചാൽ പോലും ആ ചെലവ് നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കണം എന്നില്ല. അത് നിങ്ങൾക്ക് വളരെയധികം വിഷമകരമായ സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളതാണ്. ശക്തിയായി ജലം വീഴുന്ന ഇടത്ത് കറ്റാർ വാഴ വയ്ക്കുകയാണ് എങ്കിൽ അപ്രകാരം ജലം വീണ് അത് നശിക്കുന്നതായ സാഹചര്യം വന്നു ചേരുകയാണ് എങ്കിലും ശത്രുദോഷം ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ശത്രുശല്യം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാകുന്നു. പല വിധത്തിലും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ കാര്യങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യം. എന്ത് ചെയ്താലും ശത്രുശല്യം ഉള്ളതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് വിചാരിച്ചതുപോലെ പ്രാവർത്തികമാക്കുവാനോ പ്രാവർത്തികമാക്കിയാൽ തന്നെ അത് അത്രമേൽ അനുകൂലമായ ഫലം നൽകാത്തതായ സാഹചര്യമോ ജീവിതത്തിൽ സൃഷ്ടിച്ചു എന്ന് വരാം. അതിനാൽ നിങ്ങൾ വിചാരിക്കുന്ന ശുഭഫലങ്ങൾ ലഭിക്കണം എന്നില്ല. കറ്റാർ വാഴ വളർത്തുന്ന ഇടത്ത് കാട് പിടിച്ചു വരികയാണ് എങ്കിൽ, അത് കറ്റാർ വാഴ മൂടുന്നതായ അവസ്ഥ വരികയാണ് എങ്കിലും ശുഭകരമല്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരായി ഭവിക്കും. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രയാസപ്പെടുന്നു എന്നുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നതായ സാഹചര്യം. കാരണം പല തീരുമാനങ്ങളും തെറ്റിപ്പോകുന്നതായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. അതുമൂലം നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് അത് കാരണമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ശുഭകരമായി ഭവിക്കില്ല എന്നുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കുവാൻ ബുദ്ധിമുട്ടുകയും അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യാം. കേടായ ചെടികൾ, ഉണങ്ങിയ ചെടികൾ കറ്റാർ വാഴയുടെ അടുത്ത് വരികയാണ് എങ്കിൽ അത് ശുഭകരമായി ഭവിക്കില്ല എന്നുള്ളതാണ്. മനസമാധാനം പോലും നഷ്ടപ്പെടുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ ലഭിക്കാതെ വരിക, അത്തരം ചില കാര്യങ്ങൾ മൂലം മനസമാധാനം നഷ്ടപ്പെടുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. അതിനാൽ ശുഭകരമായി ഭവിക്കില്ല എന്നുള്ളതാണ്. അതിനാൽ കേടായ ചെടികൾ, ഉണങ്ങിയ ചെടികളുണ്ട് എങ്കിൽ അതിൻ്റെ അടുത്തായി ഒരിക്കലും കറ്റാർ വാഴ നിൽക്കാൻ പാടില്ല എന്ന കാര്യവും ശ്രദ്ധിക്കണം. കറ്റാർ വാഴ വീടുകളിൽ വളർത്തുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ വളർത്തുവാൻ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ പോസിറ്റീവായ ഊർജം, വീടുകൾക്ക് വന്നു ചേരേണ്ടതായ ശുഭഫലങ്ങൾ അത് നഷ്ടമാകുന്നതിന് കാരണമായി തീരും. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കറ്റാർ വാഴ വളർത്തുക.